ഹായ്, എല്ലാവരും ഇപ്പോൾ ചാറ്റ് GPT ഒക്കെ ഉപയോഗിക്കുന്നവരായിരിക്കും. നമ്മൾ മൊബൈൽ ഫോൺ ടെക്നീഷ്യന്മാർക്ക് ഇതുകൊണ്ട് വല്ല ഉപകാരം ഉണ്ടോ എന്നുള്ളതാണ് ഞാനിന്ന് കാണിച്ചു തരുന്നത്. അതായത് എൻ്റെ കയ്യിലിപ്പോൾ ഈ ഒരു മൈക്ക് കണ്ടോ, ഇത് ഡെഡായി കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു മൈക്കാണ്. അപ്പോൾ ഇത് കഴിച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ അവസ്ഥ ഇതിപ്പോൾ വർക്കിംഗ് ആണ് കേട്ടോ. ഇത് കഴിച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു IC മിസ്സിംഗ് ആയിരുന്നു. ഇതിന്റെ വേറെ ബോർഡ് നമുക്ക് ഇതിന്റെ ഇതേപോലത്തെ വേറെ ഏതെങ്കിലും ബോർഡിന്റെ ഫോട്ടോയോ കാര്യങ്ങളോ കിട്ടുകയാണെങ്കിൽ അയച്ചിന്റെ നമ്പർ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് റിപ്പയർ ചെയ്യാം. പക്ഷെ ഞാൻ നോക്കുമ്പോൾ ഇതിന്റെ ബോർഡ് നമ്മൾ ഗൂഗിൾ ലെൻസ് വെച്ചിട്ട് നോക്കി സെയിം ബോർഡ് എവിടെയും കാണാനില്ല. പിന്നീട് ഞാൻ ചെയ്തത് ചാറ്റ് GPTയിൽ കുറച്ച് കാര്യങ്ങളാണ്. അതോടുകൂടി ഈ ഒരു സംഭവം റെഡിയാക്കാൻ പറ്റി. ജസ്റ്റ് ഒന്ന് ഓൺ ആയി കാണിച്ചു തരാം. അപ്പോൾ അതെങ്ങനെയാന്നുള്ളത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ചാറ്റ് GPT എടുത്തതിന് ശേഷം ഫസ്റ്റ് തന്നെ ഞാൻ എന്ത് ചെയ്ത് ഇതിൻ്റെ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തു. ഫോട്ടോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ ഈ ഒരു ഏരിയയിൽ ഒരു കമ്പോണൻ്റ്, അതായത് 5 ലെഗ് വരുന്ന ഒരു IC മിസ്സിംഗ് ആണ്. പക്ഷെ ഇതിൻ്റെ നമ്പർ അറിയില്ല, കാരണം ഞാനല്ല ഈ IC ഇതിൽ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ടായിരുന്ന ആൾ. ഇതിൽ ചാർജ് കയറാതെ ഇത് ഡെഡ് ആവുകയാണ് ചെയ്തത്. ബാറ്ററി ബൂസ്റ്റ് ചെയ്തിട്ട് സംഭവം ആണെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനത് ആ ഒരു ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ട് ഗിവ് മീ മിസ്സിംഗ് IC പാർട്ട് നമ്പർ എന്ന് എന്ത് ചെയ്ത് അടിച്ചു കൊടുത്ത്. അതടിച്ചു. അതിന് ശേഷം അവർ ഇവിടെ പറയുന്നുണ്ട് ശരിക്കൊന്ന് മാർക്ക് ചെയ്തിട്ടോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ആ ഒരു ഭാഗം ശരിക്കും തരാം. അതുപോലെ തന്നെ നമ്മളെ ബോർഡിൽ എന്തൊക്കെ കാണുന്നുള്ള അതിലെന്തൊക്കെ ഈ ചാറ്റ് GPTക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതൊക്കെയാണ് ഇവിടെ എഴുതി കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഇതിൽ പറയുന്നുണ്ട് TP 4056 എന്ന് പറയുന്ന ഒരു IC ഇതിന് സൂട്ടാവും എന്നൊക്കെ അവർ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ചാറ്റ് GPTക്ക് മനസ്സിലായത് 8 ലെഗുള്ള ഒരു IC ആണെന്ന നിലക്കാണ്. അപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്ത് ആ ഒരു ഏരിയ മാത്രം സൂം ചെയ്തിട്ട് ദിസ് ഈസ് ദ മിസ്സിംഗ് ഏരിയ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ കൊടുത്തപ്പോൾ അതിലും വന്നത് 8 പിൻ എന്നാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അപ്പോൾ 8 പിന്നുമായി ബേസ് ചെയ്തിട്ടാണ് ഇവിടെ അവർ അതിൻ്റെ റീപ്ലൈ തന്നത്. അവസാനം ഞാനിവിടെ കൊടുത്തു ദി പിക്ചർ ഷോയിങ് ഓൺലി 5 പിൻ എന്ന് കൊടുത്തു. ഇത് കൊടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു സംഭവം എന്ത് ചെയ്തു കറക്റ്റായിട്ട് താങ്ക്സ് ഫോർ ദി ക്ലാരിഫിക്കേഷൻ യു ആർ റൈറ്റ് ദി ഫുട് പ്രിൻറ്റ് ഇൻ യുവർ ക്ലോസപ്പ് ഇമേജ് ക്ലിയർലി ഷോ 5 പാഡ്സ് എന്നിവിടെ കാണാം നമുക്ക്. അത് വന്നു. അതിന് ശേഷം താഴെ നമുക്കിവിടെ കുറച്ച് ICൻ്റെ നമ്പറൊക്കെ തന്നു, ഇതായിരിക്കും നിങ്ങൾക്ക് സ്യൂട്ടാവുക എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവിടെ കുറേ നോക്കി അതിൻ്റെ നമ്പർ TP 4054. അപ്പോൾ IC ഏതാണെന്നും അതുപോലെ തന്നെ അതിൻ്റെ ഓരോ പിന്നുകൾ എന്തൊക്കെയാണ് വരുന്നത് എന്നും ഒക്കെ നമുക്കിവിടെ ഡീറ്റെയിൽസ് ആയിട്ട് തന്നു. അതിന് ശേഷം എന്താണ് ചെയ്തതെന്നുള്ളത് പറഞ്ഞു തരാം. അങ്ങനെ അതിന് ശേഷം ഈ ഒരു ചെറിയൊരു സർക്യൂട്ട് ബോർഡ് കണ്ടോ, ഇവിടെ ഇതിന് ചാർജിങ്ങിനായിട്ട് സെയിം IC അവർ ആ മോഡൽ നമ്പർ തന്ന സെയിം IC ഇതിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു IC റിമൂവ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇപ്പോൾ ഈ ഒരു സംഭവം വർക്കിംഗ് ആണ്. അപ്പോൾ ജസ്റ്റ് ഇതിൽ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ചാറ്റ് GPT ഇതുപോലെ പല നിരക്കും നമ്മൾ ടെക്നീഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഓക്കെ.